ഒരു ഇ-കൊമേഴ്സ് ബ്രാൻഡിന് യൂട്യൂബ് ആഡ്സ് എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെ നമുക്കത് ബെസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് യൂട്യൂബ് ആഡ് കൊണ്ടുപോകാം എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഐ വിൽ ഹെൽപ്പ് യു വിത്ത് 4 to 5 ഡിഫറെൻറ്റ് പോയിന്റ്സ് ആൻഡ് ഇംപ്ലിമെന്റ് ദോസ് ആൻഡ് ലെറ്റ് മീ നോ നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ആയോ ഇല്ലേ എന്നുള്ളത്. ഇതെനിക്ക് വർക്ക്ഔട്ട് ആയി, സോ ഞാൻ കുറച്ച് നാളായിട്ട് ടെസ്റ്റ് ചെയ്യായിരുന്നു. ഇഫ് യു ഫീൽ ദീസ് പോയിന്റ്സ് യൂസ്ഫുൾ, ഷെയർ ദിസ് വീഡിയോ, ഓൾസോ ഫോളോ ദിസ് പേജ് ഫോർ മോർ അപ്ഡേറ്റ്സ്. സോ ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ആഡ്സ് കൺവേർഷൻ ഒബ്ജക്റ്റീവിൽ വെച്ചിട്ട് റൺ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ആദ്യം ചെയ്തത്. സോ യൂട്യൂബ് ആഡ് നമുക്ക് വേണമെങ്കിൽ ബ്രാൻഡ് അവയർനെസിന്റെ കീഴിലും ബാക്കിയുള്ള ഓരോ ഒബ്ജക്റ്റീവിന്റെ കീഴിൽ നമുക്ക് റൺ ചെയ്യാം. പക്ഷേ കൺവേർഷനിൽ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഇ-കൊമേഴ്സ് ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് സക്സസ്ഫുൾ ആയി ചെയ്യാൻ പറ്റുന്നത്. കൺവേർഷൻ ഒബ്ജക്റ്റീവിൽ നമ്മൾ ഈ പറഞ്ഞ യൂട്യൂബ് ആഡ് റൺ ചെയ്യുമ്പോൾ നമ്മൾ അതിലത്തെ ബിഡിംഗ്, ടാർഗറ്റ് ROAS, റിട്ടേൺ ഓൺ അഡ്വർടൈസ്മെന്റ് സ്പെൻഡ് എന്ന് പറഞ്ഞ ബിഡിംഗ് കാറ്റഗറി യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ട് വർക്ക് ആവുന്ന ഒരു കാര്യം. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ സൈറ്റ് ലിങ്ക്സും പ്രോഡക്റ്റ് ഫീഡും യൂസ് ചെയ്യണം. അപ്പോഴാണ് നമുക്കൊരു ബെസ്റ്റ് കൺവേർഷൻ നമുക്ക് കിട്ടുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇ-കൊമേഴ്സ് ബ്രാൻഡിന് വേണ്ടി ചെയ്യുമ്പോൾ ആ ബ്രാൻഡിന്റെ പ്രോഡക്റ്റിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളതാണ്. ആവറേജ് ഓർഡർ വാല്യൂ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ആവറേജ് ഓർഡർ വാല്യൂ ഞാനിപ്പോൾ ഇത് ചെയ്തത് എബ്രോഡിലത്തെ ഒരു ക്ലയന്റിനാണ്. നിയർലി ഒരു 6,000 എബവ് വരുന്ന ഒരു പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു സെൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇഫ് യുവർ ആവറേജ് ഓർഡർ വാല്യൂ ബിലോ 6,000 ഒക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ടു സ്കെയിൽ അപ്പ്. സോ ഞാനിത് എബ്രോഡ് ഇന്റർനാഷണൽ ക്ലയന്റിന്റെ ബേസിസിലാണ് പറയുന്നത്. സോ ഇന്ത്യൻ ക്ലയന്റ് ആകുമ്പോഴത്തേക്ക് അതിൽ കുറേ ചേഞ്ചസ് വരും. സോ ദിസ് ഡേറ്റ ഇസ് ബേസ്ഡ് ഓൺ ഇന്റർനാഷണൽ ക്ലയന്റ്. നിങ്ങളുടെ ഒരു ആവറേജ് ഓർഡർ വാല്യൂ ഒരു ബിലോ 6,000 ഒക്കെ വെച്ചിട്ട് കുറച്ച് ഓഫേഴ്സും കൂടെ വെച്ച് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ there are chances that you can make a better conversion. So do your own research before you implement all these things, because international client ആണെങ്കിലും ഇന്ത്യൻ ക്ലയന്റ് ആണെങ്കിലും ഡിഫറെന്റ് ഫാക്ടേഴ്സ് എല്ലാം ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. So these all things worked out for me. Do your own testing before implementing these. So the next thing I always tell to my client is like, നിങ്ങളൊരു ഹെവി പ്രൊഡക്ഷൻ, വീഡിയോ പ്രൊഡക്ഷനിലൊക്കെ ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഒരു സാമ്പിൾ വേർഷൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഐഫോണിലോ അങ്ങനെ എന്തെങ്കിലും ഒരു അധികം എക്സ്പെൻസ് ഇല്ലാത്തൊരു മോഡിൽ വീഡിയോ പ്രൊഡക്ഷന് ഭയങ്കര എക്സ്പെൻസ് വരാത്ത രീതിയിൽ നിങ്ങൾ ആദ്യം ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കൂ. അതിൻ്റെ പല ആംഗിൾസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. എന്നിട്ട് അതിൽ ഏത് ആംഗിളാണോ നമുക്ക് ഒരുവിധം ബെറ്ററായി വർക്ക് ആവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾ പ്രൊഡക്ഷനൊക്കെ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു സജഷൻ ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട്. ബിക്കോസ് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ക്ലയൻസ് ഈ പറഞ്ഞ ഹെവി എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പ്രൊഡക്ഷനൊക്കെ ചെയ്ത് ഒരു കൊമേഴ്ഷ്യൽ രീതിയിലത്തെ ഒരു വീഡിയോസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ അത് വർക്ക്ഔട്ട് ആവത്തില്ല. പിന്നീട് നമുക്ക് വീണ്ടും അതിൻ്റെ പല ആംഗിൾസ് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് തിങ് ഇസ് ലൈക്ക് നമ്മൾ ആഡ് റൺ ചെയ്യുന്ന ടൈമിൽ നമുക്കിപ്പോൾ ക്ലയൻറ്റ് ഒരു ബഡ്ജറ്റ് അലോട്ട് ചെയ്തിരിക്കുന്നത് വിചാരിച്ചുള്ളൂ. ലൈക്ക് ഫോർ എക്സാമ്പിൾ 10 lakh എന്തെങ്കിലും അലോട്ട് ചെയ്തിരിക്കുന്നു. ആ 10 lakh കംപ്ലീറ്റ്ലി നമ്മളിതിൽ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. 10 lakhന്റെ ഒരു ചെറിയൊരു പോർഷൻ, മേ ബി ഒരു 10% എന്തെങ്കിലും എടുത്ത് ടെസ്റ്റ് ചെയ്യുക. ഡിഫറെൻറ്റ് ആംഗിൾസ്, ഡിഫറെൻറ്റ് ആഡ്സെറ്റ്സ് അങ്ങനെ എല്ലാം ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് മെനി ഡേറ്റ. യു വിൽ അണ്ടർസ്റ്റാൻഡ് ഏത് വർക്ക് ആവും ഏത് വർക്ക് ആവത്തില്ല എന്നുള്ളത്. അതിൻ്റെ ബേസിസിൽ പ്രൊസീഡ് വിത്ത് ദ ഫുൾ ബഡ്ജറ്റ്. അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. ഓൾസോ ദ ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങളുടെ വീഡിയോയിൽ എപ്പോഴും ഒരു ഹുക്ക് എലമെന്റ് ഉണ്ടാവണം. ഹുക്ക് എലമെന്റ് ഇസ് എ മസ്റ്റ് തിങ്. ബിക്കോസ് നമുക്ക് ആദ്യം നമ്മുടെ ഒരു തം സ്റ്റോപ്പ് ആണല്ലോ കൊണ്ടുവരേണ്ടത്. നമുക്ക് ആ ഒരു കാര്യം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ആൾക്കാർ അവിടെ കുറച്ച് നേരം കൂടെ പിടിച്ചിരുത്താൻ പറ്റത്തുള്ളൂ. സോ ദ ഹുക്ക് എലമെന്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് മൈൻഡിൽ വെച്ച് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കൂ. ഡെഫിനറ്റ്ലി ഇ-കൊമേഴ്സിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് മെറ്റയും അല്ലെങ്കിൽ ടിക്ടോക്ക് ഒക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ റിസൾട്ട് തരുന്നത്. പൊതുവേ യൂട്യൂബിൽ അധികം റിസൾട്ട് കിട്ടാറില്ല ഫോർ ഇ-കൊമേഴ്സ് ബ്രാൻഡ്സ് എന്നുള്ളത് കോമൺലി ഞാൻ അങ്ങനെ കേൾക്കുന്നൊരു കാര്യമാണ്. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇഫ് യു വാണ്ട് മോർ സച്ച് വീഡിയോസ്, ഫോളോ ദിസ് പേജ്. ഓൾസോ ഷെയർ ദിസ് വീഡിയോ, ലൈക്ക് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.